ഹലോ ഫ്രണ്ട്സ്, വീക്കെൻഡ് റോൾസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞങ്ങളുടെ പൈപ്പ് ലൈനിലുണ്ട്. ഞങ്ങൾ ടീം അത് ഉണ്ടാക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മൊബൈലിൽ എത്തുകയുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ്, നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്കറിയാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ അതിശയിപ്പിക്കുന്ന ഏകദേശം ഒരു 10 കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയുകയാണ്. ആക്ച്വലി 10 കാര്യങ്ങൾ പോരാ, എന്നാലും നമ്മൾ സെലക്ട് ചെയ്തൊരു 10 കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ രാത്രിയിൽ നോക്കുമ്പോൾ നമ്മുടെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ കാണാം അല്ലേ? ആക്ച്വലി നമ്മൾ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്റ്റിലോട്ട് നോക്കുകയാണ്, നമ്മൾ സമയത്തിൻ്റെ പുറകിലോട്ട് പോവുകയാണ്. സൂര്യനും ഒരു സ്റ്റാർ ആണല്ലേ? നമ്മുടെ സൂര്യൻ്റെ വെട്ടം നമ്മുടെ ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് എടുക്കും. അതായത് അത്രയും ദൂരം സഞ്ചരിച്ചിട്ടാണ് ലൈറ്റ് എത്തുന്നത്. ഇവിടെയാണ് നമുക്ക് ലൈറ്റ് ഇയർ എന്നുള്ള കോൺസെപ്റ്റ് അറിയേണ്ടത്. ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ടൈം അല്ല, അത് ഡിസ്റ്റൻസ് ആണ്. ഈ ലൈറ്റ് 1 വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും സമയം എടുക്കും ലൈറ്റ് എത്താൻ. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാർ ഉണ്ട്, അതിൻ്റെ പേര് വേഗ എന്നാണ്. ഈ വേഗ എന്നുള്ള സ്റ്റാർ 25 ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ്. അതായത് 25 വർഷങ്ങൾ മുമ്പുള്ള വേഗയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ നമ്മൾ എത്രയോ നോക്കുമ്പോൾ ഈ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇപ്പോൾ ആ നക്ഷത്രം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമുക്ക് 25 ഇയേഴ്സിന് കഴിഞ്ഞ ശേഷമേ ആ പൊട്ടിത്തെറി ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ 8 മിനിറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതായത് സൂര്യനിൽ നിന്ന് വെട്ടം എത്താനുള്ള സമയം 8 മിനിറ്റ്. ഇതേപോലെ 13 ബില്യൺ വർഷങ്ങൾ കൊണ്ടാണ് ലൈറ്റ് എത്തുന്നതെങ്കിലോ? അങ്ങനെയുള്ള പിക്ചേഴ്സ് കാണാൻ പറ്റും നമുക്ക് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കൊണ്ടാണ്. നാസ ഉണ്ടാക്കി ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കൊണ്ട് നമുക്ക് ആക്ച്വലി ഇത്രയും ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റാർസിനെ കാണാൻ പറ്റും. നമ്മുടെ ഈ സ്കൈ നോക്കുമ്പോൾ തന്നെ ഒരു പാച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പാച്ച് ആ ടെലസ്കോപ്പ് റിസോൾവ് ചെയ്യുമ്പോൾ അതിൽ ഏകദേശം 10,000 ഒബ്ജക്ട്സ് കാണാൻ പറ്റും. ഈ 10,000 ഒബ്ജക്ട്സിൽ കൂടുതലും യങ് ആയിട്ടുള്ള ഗാലക്സീസ് ആണ്, അത് ഇപ്പോൾ ഉണ്ടായിരുന്ന ഗാലക്സീസ് ആണ്. പക്ഷേ എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള അവൻ്റെ അവസ്ഥയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബാങ്ങിൻ്റെ നോയ്സാണ്. നമുക്കറിയില്ല, നമ്മുടെ പഴയ ടി വിയൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഉള്ള പൊരിച്ചിലല്ലേ, അതായത് ഗ്രെയിൻസ്. ഈ സിഗ്നൽ ആക്ച്വലി ബിഗ് ബാങ്ങിൻ്റെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന സംഭവമാണ്. ഇത് ഞാൻ ബിഗ് ബാങ് തിയറി എന്നുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ വേണം റെഫർ ചെയ്യാം. അതായത് അപ്പോഴുണ്ടാകുന്ന ആ ഒരു എക്കോ അല്ലെങ്കിൽ ആ സൗണ്ടിൻ്റെ വൈബ്രേഷൻ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഒരു സമയത്ത് ടി വിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഗ്രെയിൻസ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു ആൽക്കഹോളിൻ്റെ ഒരു ക്ലൗഡ്, അതായത് ഏകദേശം 10 ബില്യൺ ലിറ്റേഴ്സ് ഓഫ് ആൽക്കഹോൾ ഒരു ക്ലൗഡ് ഉണ്ട്. ഈ ക്ലൗഡ് സ്ഥിതി ചെയ്യുന്ന എവിടെ എന്നറിയാമോ? അത് നമ്മുടെ മിൽക്കി വേ, ഇത് മിൽക്കി വേ ഗാലക്സി അല്ലേ? ഈ മിൽക്കി വേ ഗാലക്സിയുടെ നടുക്കായിട്ട് സാജിറ്റേറിയസ് ബി എന്നുള്ളൊരു നക്ഷത്ര സമൂഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഒരു ക്ലൗഡ് പോലെ നിൽക്കുന്നത്. ഇത് ഏകദേശം 26,000 ലൈറ്റ് ഇയേഴ്സ് ഭൂമിയിൽ നിന്ന് അകലെയാണ്. ഇനി ഒരു ലംബ് ഓഫ് ക്രിസ്റ്റലൈൻ ഡയമണ്ട്, അതായത് രത്നത്തിൻ്റെ വലിയൊരു പ്ലാനറ്റ് സൈസിലൊരു സാധനം ഇരിപ്പുണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ. ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഏകദേശം 25,000 മൈൽ അക്രോസ് ആണ്. നമ്മുടെ എർത്തിനേക്കായും വലിയ സൈസിലാണ് ഇത്രയും ലംബ് ഓഫ് ക്രിസ്റ്റലൈൻ ഡയമണ്ട് ഉള്ളത്. ഇതിനെ സയൻറ്റിസ്റ്റുകൾ ഇട്ട പേരെന്ന് വെച്ചാൽ BPM 39073 എന്നാണ്. ഇത്രയും വലിയ ഡയമണ്ട് ക്രിസ്റ്റലൈനിന് സയൻറ്റിസ്റ്റുകൾ വേറൊരു പേരും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ലൂസി. അതായത് ബീറ്റിൽസ് എന്ന് പറഞ്ഞ വലിയ ഫേമസ് ഇംഗ്ലീഷ് ബാൻഡാണ്. ഈ ബാൻഡിൻ്റെ അനുസ്മരണയ്ക്കായി ആക്ച്വലി ലൂസി എന്നുള്ള പേരും ഈ നക്ഷത്ര സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡയമണ്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് സയൻറ്റിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫാക്ട് കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. അതായത് നമ്മുടെ സൂര്യൻ അറിയാലോ, നമ്മുടെ സൂര്യനുണ്ട്, നമ്മുടെ പ്ലാനറ്റ്സും എല്ലാം ഉണ്ടല്ലേ. ഇതാണ് സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റം നിൽക്കുന്ന എവിടെ? നമ്മുടെ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേയുടെ ഏറ്റവും ഒരു മൂലയ്ക്കാണ്. അപ്പോൾ ഈ ഒരു സൗരയുധം നമ്മുടെ ഈ ഒരു ഗാലക്സിയെ ചുറ്റാനെടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 225 മില്യൺ വർഷങ്ങളാണ്. അത് 225 മില്യൺ വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇത് സൂര്യൻ അല്ലെങ്കിൽ ഈ സൗരയുധം ഇവിടുന്ന്, ഇത് മിൽക്കി വേ സെൻറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ചുറ്റിക്കറങ്ങി ഇവിടെ തിരിച്ചെത്തുള്ളൂ. അതായത് 225 മില്യൺ ഇയേഴ്സിന് മുമ്പ് ഇവിടെ കറണ്ട് പൊസിഷനിൽ നിന്നപ്പോൾ ആ സമയത്ത് നമ്മുടെ പാൻജിയ, അതായത് ബിഗ് കോണ്ടിനെൻറ്റ് സ്പ്ലിറ്റ് ആവുകയായിരുന്നു. പിന്നെ ഡൈനോസേഴ്സ് ഒക്കെ അപ്പിയർ ചെയ്യുകയായിരുന്നു.
ഇനി അടുത്ത ഫാക്ട് നമ്മുടെ പ്ലാനറ്റായ വീനസിനെ കുറിച്ചാണ്. വീനസിൻ്റെ വർഷവും വീനസിൻ്റെ ദിവസവും. നമ്മുടെ ഭൂമിക്ക് ഒരു ദിവസം അറിയാലോ, ആ റൊട്ടേഷനിൽ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഭൂമിക്ക് ഒരു ദിവസമാവുന്നത്. എന്നിട്ട് ഇതേ ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോഴാണ് ഒരു വർഷമാവുന്നത്. പക്ഷെ നമ്മുടെ വീനസിലെ കാര്യം വളരെ രസകരമാണ്. അതായത് ഇതിപ്പോൾ വീനസിൻ്റെ ആക്സസ് ആണെന്ന് വെച്ചോ, ഇതിങ്ങനെ സ്പിൻ ചെയ്യുമ്പോഴാണല്ലോ വീനസിൽ ദിവസമാവുന്നത്. എന്നിട്ട് ഇത് സൂര്യനാണെങ്കിൽ ഇതിങ്ങനെ റിവോൾവ് ചെയ്യുമ്പോഴാണ് വീനസിൽ വർഷമാവുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ വീനസ് സ്പിൻ ചെയ്യുന്ന സമയം വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ റിവോൾവ് ആവുകയും ചെയ്യും. അതിനർത്ഥം വീനസിലെ വർഷത്തിൻ്റെ സമയം വളരെ ചെറുതാണ് കമ്പയർഡ് ടു അവിടുത്തെ ദിവസത്തിൻ്റെ സമയം. അതുമാത്രമല്ല, വീനസിൻ്റെ അറ്റ്മോസ്ഫിയർ മൊത്തം ഇലക്ട്രോണിക് കറൻസും പിന്നെ സൾഫ്യൂരിക് ആസിഡും നിറഞ്ഞ വളരെ വളരെ സങ്കീർണമായ ഒരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സെറ്റി അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഒരു ഏജൻസി ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ദൂരെയുള്ള ഏലിയൻ സ്പീഷീസിനെ നോക്കുക, അല്ലെങ്കിൽ റേഡിയോ വേവ്സ് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ആക്ച്വലി യൂണിവേഴ്സിന് പുറത്ത് മാത്രം അല്ലെങ്കിൽ എർത്തിന് പുറത്ത് മാത്രമേ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ നടക്കുന്നുള്ളൂ എന്ന്. പക്ഷേ സെറ്റിയുടെ വേറൊരു ഫോക്കസ് പോയിന്റ് എന്ന് വെച്ചാൽ ഭൂമിയിൽ തന്നെ അവർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ടെന്ന് സെർച്ച് ചെയ്യും. അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഏകദേശം 4 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ പല സമയങ്ങളായിട്ട് ഭൂമിയിൽ പല സമയത്ത് ലൈഫ് ഒറിജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറൊരു പ്ലാനറ്റ് അല്ലെങ്കിൽ വേറൊരു ഗാലക്സിയിൽ നിന്ന് വന്ന ലൈഫിൻ്റെ ഫോംസ് ആയിരിക്കും. നമ്മുടെ ലൈഫ് ഫോം എന്ന് വെച്ചാൽ ഒരു കാർബൺ ബേസ്ഡ് ആണ്, DNA ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതേപോലെ പാരലായിട്ട് വേറെ എന്തെങ്കിലും ഒരു സൾഫർ ബേസ്ഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും DNA പോലുള്ള മോളിക്യൂളുള്ള ലൈഫ് ഫോംസ് ഉണ്ടെങ്കിലോ, അപ്പോൾ ഇതിനെ സെർച്ച് ചെയ്താലും സെറ്റി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.